ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞങ്ങളിന്ന് എയർപോർട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അതായത് ബ്രദറും വൈഫും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 10 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 മണിക്കൂർ ലേറ്റായി. യുദ്ധം കൊണ്ടുള്ള പ്രശ്നം കാരണം അല്ലേന്നായിരുന്നു കേട്ടോ അവർ ഫ്ലൈറ്റ് കയറിയത് നേരെ കരിപ്പൂരിലേക്ക്. അപ്പോൾ 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ തന്നെ ഇത് അവിടെ അറൈവൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 11:57 അവർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കട്ടോ. അവർ വർഷത്തിലൊരിക്കലാണ് കേട്ടോ വരിക. വർഷത്തിലൊരിക്കൽ വന്നിട്ട് കണ്ടില്ലേ അല്ലൈനിൻ്റെ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കൽ വരിക ആയതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ലീവേ കിട്ടുള്ളൂ കേട്ടോ 2 പേർക്കും. ബ്രദർ അവിടെ ഫാർമസിസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവിടെ നേഴ്സാണ് കേട്ടോ, BSc നേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷയോടെ അവരുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊന്ന് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കേട്ടോ. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം എത്രയൊക്കെ തന്നെയാലും നാട്ടിൽ നിന്ന് തിരിച്ചു പോയൊരു വർഷത്തിനും 1.5 വർഷത്തിനൊക്കെ ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്കത് കാണാനുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞങ്ങൾ അവൻ്റെ അടുത്ത് അവിടെ പോയിട്ട് അവിടെ കുറച്ച് നിന്നു. നിങ്ങൾക്കറിയാമല്ലോ, ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും ബ്രദറിനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത്. അവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ലഗേജ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് അവിടെ കുറച്ച് സമയം നിൽക്കണം ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും ലഗേജ് ആകുമ്പോൾ തന്നെ ഒന്നായിട്ട് ഒരുമിച്ച് ഒപ്പൊന്നും കിട്ടൂലല്ലോ, ഓരോന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് വേണമല്ലോ. അങ്ങനെ ഓരോ പെട്ടി പിടിക്കാൻ വേണ്ടി പിന്നെ 4 ആളുണ്ടായതുകൊണ്ട് തന്നെ അവർ 4 ആളെ ലഗേജും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഒപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് അതാ വരുന്നുള്ളൂ. പൊതുവെ ഞാൻ അങ്ങോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ 2 വണ്ടിയായിട്ടാണ് ഞങ്ങൾ വന്നത്. ഒന്ന് ഷിഫുമാണ് ഓടിച്ചത്, ഒന്ന് ഉപ്പയാണ് ഓടിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്തായാലും എയർപോർട്ടിലേക്ക് എത്തി. ഇപ്പോൾ ചോദിച്ചു എന്തായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോരുത്തരോര് വരുമ്പോഴും ഏറെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കണ്ടില്ല എല്ലാവരുടെയും മുഖത്ത് എന്തൊരു പ്രതീക്ഷയല്ലേ. കാരണം കണ്ണെത്താ ദൂരത്ത് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും അവരെ കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും അവർ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കണ്ടില്ല ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കണേ. അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റും, നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിരുന്നു. അഥവാ എടുത്താൽ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. ഫ്ലൈറ്റിൽ നിന്നായാലും അങ്ങനെ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് വീഡിയോ എടുത്താൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു കേട്ടോ എയർ ഹോസ്റ്റസ്മാരൊക്കെ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എയർ ഹോസ്റ്റസ്മാരൊക്കെ നമുക്ക് നന്നായിട്ട് നിന്ന് തരും ഫോട്ടോ എടുക്കാനൊക്കെ. അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അകത്ത് നിന്നൊക്കെ കഴിഞ്ഞ് ഞാൻ പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ലഗേജുകൾ കിട്ടി ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലേക്ക് എത്തിയ നാട്ടിലെത്തിയ ഒരു പ്രതീക്ഷയും സന്തോഷം. അതുമല്ല അവിടുത്തെ ചൂട് എന്ന് വെച്ചാൽ ഭയങ്കരല്ലേ. 57 ഡിഗ്രി സെൽഷ്യസാണ് ചൂട് എന്നാണ് നാത്തൂൻ പറഞ്ഞത്. എന്തായാലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കണം കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ഇതങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. കണ്ടില്ലേ ഏറെ പ്രതീക്ഷയോടെ ഇങ്ങനെ നമ്മളും അവർക്ക് വേണ്ടി കാത്തിരിക്കണം. ഇനി വന്നാൽ തന്നെ 1 മാസം ലീവ് ഉണ്ടാവുള്ളൂ. അവിടെ കുട്ടികൾക്കൊക്കെ 1-ാം തീയതി സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്കൂള് അടച്ചിട്ട് കുറച്ച് ദിവസമായതിനു ശേഷമാണ് വരുന്നത്. 1 മാസം തന്നെ കഷ്ടിച്ച് കിട്ടി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തിന് എല്ലാ പ്രാവശ്യവും എന്ന് വെച്ചാൽ അവൻ നബിദിനത്തിന് വരട്ടെ. കാരണം നമ്മൾ ഈ നബിദിന റാലിയിലൊക്കെ പാട്ട് പാടാനും ഒക്കെ ഓന് ഈ ജീപ്പിലൊക്കെ പാട്ട് പാടലൊക്കെ ഓനുണ്ട് കാര്യമായിട്ട്. തുടക്കം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ കൃത്യസമയത്ത് ഓനൊന്നും നബിദിനത്തെ നാട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. കാരണം അതൊരു സന്തോഷമുള്ള കാര്യമില്ല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ മദ്രസയിലൊക്കെ പാട്ട് പാടി പിന്നെ മത്സര പരിപാടികളിലൊക്കെ പങ്കെടുത്ത് പലയിടത്തും പോയി ഒരുപാട് ട്രോഫികളും സമ്മാനങ്ങളൊക്കെ ഓനക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നബിദിനത്തിന് വരുമ്പോൾ എന്തായാലും ഓനൊരു മൈക്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എന്തായാലും കയറാറുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല ട്രോളികളൊക്കെ തള്ളിക്കൊണ്ട് വരുന്ന നമ്മൾ ലഗേജൊക്കെ കൊണ്ടുപോയതൊക്കെ തിരിച്ച് കൊണ്ടുപോവാണ് കേട്ടോ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ബ്രദർ വന്നു കേട്ടോ. അതാണ് മാഷാ അല്ലാ ആ ഒരു പിങ്ക് കളർ കുപ്പായിട്ടതാണ് ബ്രദർ. പിന്നെ ഇതാ മക്കൾ കണ്ടില്ലേ, ചെറിയ മോനെ ഷെസിൽ, അവനിപ്പോൾ 5 വയസ്സായിട്ടുണ്ട്. പിന്നെ നാത്തൂന് അതുപോലെ തന്നെ ബ്രദറിൻ്റെ വലിയ കുട്ടി, 2 ആൺകുട്ടികളാണ് കേട്ടോ അവർക്ക്.
അപ്പോൾ അത് കണ്ടില്ലേ, ട്രോളികൾ വീണ്ടും തള്ളിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ലഗേജുകൾ കിട്ടിയിട്ട് ഈ ഫ്ലൈറ്റിന് വന്ന എയർ അറേബ്യ ആണെന്ന് തോന്നുന്നു. എയർ അറേബ്യക്ക് വന്ന ഫ്ലൈറ്റിലേക്ക് അതിൽ വന്ന ആളുകളൊക്കെ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ഭയങ്കര തോക്കൊക്കെ പിടിച്ച് വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇദ്ദേഹമേ ഉള്ളൂ. കാരണം ഒരു ഫോട്ടോ എടുക്കാൻ വരെ പറ്റൂലായിരുന്നു. അപ്പം എൻ്റെ ബ്രദർ ഇതാ തിരിച്ചും കൊണ്ടുതന്നെ വരുന്നുണ്ട്. ലഗേജ് ഓരോന്ന് കിട്ടിയിരിക്കണം തോന്നുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരു 4 ആൾക്കുള്ള ലഗേജ് ആണെങ്കിൽ ഒരു 5-6 പെട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് ഓരോന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തേ വരുള്ളൂ. അപ്പോൾ മാഷാ അല്ലാഹ് സാധനങ്ങളൊക്കെ എത്തി, ആൾക്കാർ കിട്ടി വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ അല്ലൈൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരിക്കും. അതായത് ഒരുപാട് ആളുകളൊന്നും അതിലുണ്ട്. ഞങ്ങൾ ഇന്നാളെ പോയപ്പോൾ നേരിട്ട് എയർ അറേബ്യയിൽ നിന്ന് അല്ലൈൻ ഫ്ലൈറ്റിലേക്ക് പോയപ്പോൾ അവിടെ ബാക്കിലെ സീറ്റുകളൊക്കെ ഒരുപാട് കാലുണ്ടായിരുന്നു കേട്ടോ. നല്ല കിടന്നുറങ്ങി പോകുമായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും വരുന്നു നാട്ടിലേക്ക്. സന്തോഷത്തോടു കൂടി ഉറ്റവരും ഉടയവരൊക്കെ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരെയും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊരു മണവാട്ടിയും മണവാളനാന്ന് തോന്നുന്നു, എൻഗേജ്മെൻറ്റിന് എന്താ വരുന്നൊരു ടീം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര രസമായിരുന്നു. ഒരു കല്യാണത്തിൻ്റെ വരവേൽക്കലായിരുന്നു അവിടെ അപ്പുറത്ത്. അതേ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്, എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെ എല്ലാവരും ഇതാ പ്രതീക്ഷയോടെ വരികയാണ് കേട്ടോ. അത്ര സന്തോഷമാണല്ലേ ഓരോരുത്തരുടെ മുഖത്ത്. 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ വരികയാണ്. പലർക്കും കഷ്ടപ്പാടായിരിക്കും, പലർക്കും അവിടെ. എല്ലാവരും കഷ്ടപ്പാട് നല്ലട്ടോ പറയണത്. ചിലവർക്ക് നല്ല എ സിയിലൊക്കെ ഉള്ള പണിയെന്ന് വെച്ചാൽ അത് നല്ല അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത പണിയായിരിക്കും. പക്ഷേ ചില ആളുകൾക്ക് പാവം പുറത്തുണ്ടാവും ജോലി. ആ പൊരി വെയിലത്ത് ഒന്നൊരു ദിവസം ഞാൻ വീഡിയോ എടുത്തിരുന്നു. കാരണം ആ ഒരു പൊരി വെയിലത്ത് ആ ഒരു ചുടുമണലിലെ അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അടിച്ചു വരുന്ന ഒരാളെ ഒരു വീഡിയോ ഞാനൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് നെഞ്ച് പൊട്ടിപ്പോകുന്ന രീതിയിലാണ്. പാവം ആ പൊരി വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ അങ്ങനെയുണ്ട് കേട്ടോ. പൊരി വെയിലത്ത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ അധികം പഠിച്ചു പോണോലൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോവാറില്ല. അതായത് അവർക്ക് അവിടെ ചെന്ന നല്ല ജോലിയും കാര്യങ്ങളും അക്കൗണ്ടിങ് ആയാലും ഇനിയിപ്പോൾ വേറെ ഫാർമസിസ്റ്റ് ആയാലും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ ഇരുന്ന് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് ഉണ്ടാകും. എന്നാലും എനിക്ക് തോന്നുന്നു വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതാ മക്കളുടെ അടുത്തുനിന്ന്, ഭർത്താവിൻ്റെ അടുത്തുനിന്ന്, സഹോദരങ്ങളുടെ അടുത്തുനിന്നൊക്കെ ഇങ്ങനെ വരുന്ന പോലാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഒറ്റ ആളുകളാണ്. അവരൊക്കെ ഒരു പക്ഷേ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് വരികയായിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഒപ്പിച്ച് വരുന്നവരും ഉണ്ടാവും കേട്ടോ. കാരണം എത്ര ആയാലും ആളുകൾക്ക് പരാതി ആയിരിക്കുമല്ലോ ബാക്കി. കാരണം എനിക്കിത് കിട്ടിയില്ല, അവൾക്കത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിഷമിപ്പിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അവരുടെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗൾഫിലൊന്ന് പോയിട്ട് അവരുടെ അവസ്ഥ അറിയണം. എങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ വലിയ മണിമാളികകൾ കെട്ടിപ്പടുത്തിട്ടുണ്ടാവും. പക്ഷെ അവിടെയാണെങ്കിലും അവിടെ ഭയങ്കരമായിട്ട് റിസ്ക്കുള്ള പണിയായിരിക്കും. പിന്നെ ചെറിയൊരു ബെഡ് സ്പേസിലൊക്കെ ആയിരിക്കും കിടക്കുക പലരും. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇവിടെ വലിയ വീടൊക്കെ. ഇപ്പോൾ ഒരു ഉസ്താദ് വരുന്നുണ്ട് കേട്ടോ. അതുവഴി ഒരു ഉസ്താദ്, അദ്ദേഹം ചിലപ്പോൾ അവിടെ പള്ളിയിലുള്ള ഉസ്താദോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മളിതാ ബ്രദറിന് വേണ്ടി കാത്തിരിക്കേണ്ട ഏതാനും നിമിഷങ്ങൾക്ക് അവൻ ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കണ്ടില്ല, അപ്പോൾ ലഗേജുകൾ കൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരവ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ആയിരിക്കും ഒരു പക്ഷേ ഒരു പട്ടാളക്കാരനത് പോകണം കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ തോക്കും പിടിച്ചിങ്ങനെ എന്നാൽ ഒരു പേടിയായിരുന്നു, ഫോട്ടോ എടുക്കാനൊന്നും ഒരു സമ്മതിക്കാത്ത രീതിയിൽ. ഇപ്പോൾ അതൊന്നും നോ പ്രോബ്ലം കേട്ടോ, ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ഓരോ പെൺകുട്ടികളായിട്ട് വരുന്നവരുണ്ട്, ആണുങ്ങൾ ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്, ഫാമിലീസ് ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ സ്കൂള് പൂട്ടിയ ആ വരവ് കുറച്ച് മുമ്പായിരിക്കും കേട്ടോ സീസൺ. കാരണം ഇവർക്ക് ടൈം ഇട്ടിട്ടുണ്ടല്ല. ഇവർക്ക് 2 ആൾക്കും വർഷത്തിൽ 1 മാസമാണ് ലീവ് ഉള്ളത്. ആ 1 മാസത്തിലെ ലീവിനനുസരിച്ച് ഇവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഒരുമിച്ച് ലീവ് എടുത്തിട്ടാണ് വരുന്നത്. ഒരുമിച്ച് ഡ്യൂട്ടി കയറാൻ വേണ്ടി വരും. ഇന്നലെ വരെ ഡ്യൂട്ടി ആയിരുന്നു. ഇന്നലെ 2 പേർക്കും ഡ്യൂട്ടി തന്നെ ആയിരുന്നു. ഇന്നലെ രാത്രിയാണ് പുറപ്പെട്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ 2 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റായി എന്ന് പറഞ്ഞ് അങ്ങനെ എയർപോർട്ടിൽ 2 മണിക്കൂർ കുട്ടികളെ കൊണ്ട് നിന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് ഒരുപാട് ആൾക്കാർ വേഗം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലഗേജസും ഏകദേശം കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ കിട്ടി. കാരണം ഒന്ന് കിട്ടിയാൽ ഒരുമിച്ച് ബാക്കിയുള്ള കിട്ടില്ല, അതാണ് സംഭവം. അപ്പോൾ TV-കൾ കൊണ്ടും LED കൊണ്ടൊക്കെ ഓരോരുത്തരും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടെ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ നമ്മുടെ ബ്രദർ വരാനുള്ള ഊഴമായി തുടങ്ങിയത് കേട്ടോ. അവരിതാ വരുന്നുണ്ട് കേട്ടോ. മക്കളാണെങ്കിൽ അവിടെ ഇങ്ങനെ എന്തൊക്കെയൊരു ഇത് കാണിക്കുന്നുണ്ട്.
അങ്ങനെ അതാ അവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അവരും ഇങ്ങോട്ടെത്തും. കാത്തിരിക്കാൻ കേട്ടോ. റബീഉൽ അവ്വൽ പറഞ്ഞാൽ തന്നെ അവന് വരുന്നൊരു മാസമാണ്. കാര്യമായിട്ട് റബീഉൽ അവ്വലിലാണ് അവർ കാര്യമായിട്ട് ലീവ് എടുത്ത് വരിക. അതൊരു ഇഷ്ടമാണ്, അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇതാ നമ്മുടെ ആങ്ങളെയും മക്കളൊക്കെ വരുന്നു. അപ്പോൾ അതാട്ടോ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഫാമിലി വരുന്നുണ്ട്. ഇതാട്ടോ ആങ്ങള, മാഷാ അല്ലാ, ഫാമിലിയും ഒരുമിച്ച് അവർ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അങ്ങനത്തെ മക്കളെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ബ്രദർ വന്നു കേട്ടോ. ബ്രദറ് മൂത്ത കുട്ടിയാണിത്, അത് വൈഫ് അപ്പുറത്ത് ചെറിയ കുട്ടിയാണ്. അപ്പോൾ കണ്ടില്ല, അവർ ഒരു മാസത്തിനാണ് വരുന്നത്. ഒരു വർഷത്തിന് ശേഷം ഒരു മാസത്തെ ലീവിനാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോകുമ്പോഴത്തേനും ആ ദിവസമാണ് കഴിഞ്ഞ് പോകും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളുകൾ എത്തിത്തുടങ്ങി. ഒരു മാസം മുമ്പ് തന്നെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അവരെ കൊണ്ട് എത്തിക്കിട്ടിയാൽ പിന്നെ അൽഹംദുലില്ലാ നമുക്ക് സമാധാനമായല്ലോ. അങ്ങനെ കേട്ടോ മക്കൾ എത്തി, സന്തോഷമായി. എല്ലാവരും അവരെ കെട്ടി ഉപ്പതാ പോകണത് കേട്ടോ. ഉപ്പയും മക്കളൊക്കെ ഇപ്പോൾ അതാ കെട്ടിപ്പിടിക്കാൻ പോകുന്നുണ്ട്. ഒരു വർഷമായില്ലേ കണ്ടുമുട്ടിയിട്ട്. കുട്ടികളെ കുറച്ചും കൂടി വലിപ്പം വെച്ചെങ്കിൽ കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ എന്തൊക്കെ തന്നെയല്ലേ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ഇതാ അവരെ കണ്ടുമുട്ടി. ഇനി ഞങ്ങൾ തിരിച്ച് പോട്ടെട്ടോ. ഇനി വണ്ടി എടുത്തിട്ട് അവരെയൊക്കെ സന്തോഷത്തോടെ. നമ്മുടെ ഷെസിലാണ് കേട്ടോ. ഷെസിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഓനെ ചെറിയ മോനാണ്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി 2 വണ്ടികളിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. കാരണം ഇവരുടെ 4 ആളെ ലഗേജിന് അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ആളുകളും അതും കൂടി ആകുമ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ ഞാനും അനിയത്തിയെ പോയിട്ടുള്ളൂ. ഉമ്മ വന്നിട്ടില്ല, പിന്നെ മോളും ഉണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടി അവരെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഉപ്പ ഷിഫ് കണ്ട് ഓടിക്കുന്നത്. ഷിഫിൻ്റെ 2ാമത്തെ മോളാണ്. ഓളാണ് ഒരു വാഹനം ഓടിക്കുന്നത്. ഉപ്പയാണ് ഒന്ന് ഓടിക്കുന്നത്. കാരണം ഈ ലഗേജുകൾ ഉണ്ടായപ്പോൾ തന്നെ ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവില്ല. പിന്നെ അവർ അത്രയും ദൂരത്തു നിന്നൊക്കെ വരില്ലേ. അപ്പോൾ ഒരുപാട് ഒന്ന് റിലാക്സായി ഇരുന്നും ചെയ്തോട്ടെ വിചാരിച്ച് കണ്ടേ. അങ്ങനെ ഉപ്പ വണ്ടി എടുക്കാൻ പോയിക്കണം കേട്ടോ. വണ്ടി എടുക്കാൻ പോയി തിരിച്ചെത്തിയിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ പൊരും ചൂടിൽ നിന്ന് നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് എത്തിയപ്പോൾ നല്ലൊരു റിലാക്സ് ആയിരിക്കും. അത്ര ഒരു ചൂടൊന്നും ഉണ്ടാവില്ല. അവിടെ ഒന്നും AC ഇല്ലാതിരിക്കാനേ പറ്റൂലല്ലോ. അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. കരിപ്പൂർ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരേ സമയം സന്തോഷമുള്ളവരുണ്ടാവും, സങ്കടമുള്ളവരുണ്ടാവും. കണ്ടില്ല, അവർ ഗൾഫിൽ നിന്ന് വന്നാൽ തോന്നുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടെ ഉള്ള നിമിഷങ്ങൾ വരുമ്പോൾ അങ്ങനെയാണല്ലോ. പോകുമ്പോൾ പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. എല്ലാവരും വീടും നാടും ഉപേക്ഷിച്ച് പ്രവാസ ലോകത്തേക്ക് പോകുന്നൊരു സങ്കടം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഉപ്പാൻ്റെ കാർ എത്തിയിട്ട് ഉപ്പാൻ്റെ കാർ എത്തിയപ്പോൾ തന്നെ ഉപ്പാൻ്റെ കാറാണ് നല്ല സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ മക്കൾ അതിൽ കയറുന്നുണ്ട്. പിന്നെ ഓൺ ഡ്രൈവ് ചെയ്തോട്ടെന്ന് പോകാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യണില്ല, നിങ്ങൾ തന്നെ ചെയ്തോളി പറഞ്ഞു. അങ്ങനെ ഉപ്പന്നെ ചെയ്യണത്. മറ്റേ ഷിഫാണ്. കാരണം ഓല് ഇത്ര ദൂരയാത്ര കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഇതിന് അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവിടെ ആളുണ്ട്. ഇപ്പോൾ അല്ലെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങളാണ് ചെന്നപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വണ്ടിയിലേക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാനും ഒക്കെ ആൾക്കാർ വരും. എന്തെങ്കിലും അവർക്ക് ഒരു പൈസ കൊടുത്ത ഒരു സന്തോഷമാണ്. ഇതിനായിട്ട് നിൽക്കുന്ന പോട്ടർ തൊഴിലാളികളെ പോലെ. അങ്ങനെ ഇവിടെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ 2 വണ്ടിയിലേക്കും ഇത് ഇവർ സാധനങ്ങളൊക്കെ നല്ല കൃത്യമായി വെച്ച് തരും. അങ്ങനെയൊക്കെയാണ്. കാരണം ഇതിന് സ്പേസ് ഡിക്കി തന്നെ കൊള്ളൂട്ടോ. മറ്റേ കൊള്ളൂലെങ്കിൽ അകത്തൊക്കെ വെക്കേണ്ടി വരും. പക്ഷെ ഇതിപ്പോൾ 2 വണ്ടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2ക്കും ആളുകൾ അത്ര കുറയൊന്നുമില്ല. എന്നാൽ ലഗേജ് വെക്കുകയും ചെയ്യുക. കാരണം അന്ന് അവിടുന്ന് 5 ആൾ വന്നിട്ട് തന്നെ വലിയൊരു ലഗേജ് ആയിട്ട് ഇങ്ങനത്തെ വണ്ടിയൊന്നും പറ്റായിട്ട് കാറിൻ്റെ ഒരു വേറെ ബാക്കിൽ സ്പേസുള്ള അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഞങ്ങൾ എടുത്തിൻ്റെ കേട്ടോ അവിടുന്ന് അല്ലേന്ന് തന്നെ. അപ്പോൾ ഇവിടേക്കും തന്നെ അന്ന് 2 വണ്ടിയിട്ടാണ് കൊണ്ടുവരാൻ പോയതാണ്. കാരണം തികയൂല. കാരണം അവരുടെ ഡ്രസ്സും കാര്യങ്ങളും തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഒരു ഫാമിലി ഒന്നായിട്ട് ഒരു മാസത്തിനാണെങ്കിൽ എത്ര ഉണ്ടാവുമെന്ന്. പ്രത്യേകിച്ച് മഴക്കാലം കൂടിയൊക്കെ ആകുമ്പോൾ ഉണങ്ങാത്ത പ്രശ്നം, ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ ലഗേജൊക്കെ സെറ്റാക്കി ആളുകളൊക്കെ കയറിട്ടോ അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും അനിയത്തി മാത്രം കേട്ടോ കൊണ്ടുവരാൻ വന്നത്. മക്കളൊക്കെ പരീക്ഷ ആയതുകൊണ്ട് ഓൽക്കൊന്നും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയിട്ട് വരികയാണ്. സമയം ഉച്ചയാണ്. ഏകദേശം ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിലേക്കണം കേട്ടോ. കൂടുതൽ സമയമൊന്നും വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല. കാരണം ഞങ്ങൾ എത്തിയതിൻ്റെ ശേഷമാണ് അവിടേക്ക് എത്തിയത്. അങ്ങനെ മക്കളെ നമ്മളിതാ
എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ടില്ല കേട്ടോ. ഉമ്മ കാരണം മറ്റേ മക്കൾക്ക് അനിയത്തിൻ്റെ കുട്ടികൾക്ക് പരീക്ഷ ആയതുകൊണ്ട് അവർ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അൽഹംദുലില്ലാ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ റബീഉൽ ലെവലിൽ അവനക്ക് എത്തണം എന്ന് തന്നെ ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾ റബീഉൽ ലെവലിൽ എത്തി. കാരണം അവൻ്റെ ആ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഷിഫുവിനെ കേട്ടോ ഡ്രൈവ് ചെയ്യണത്, മറ്റേതിൽ ഉപ്പയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പയും ബ്രദറും ഇരുന്ന വണ്ടിക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നു. മറ്റുള്ള കുട്ടികൾ പോലും നാത്തൂനും അവരൊക്കെ മറ്റേ വണ്ടിയിലുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. ഉമ്മക്ക് ഓനെ കാണാൻ ഉമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട്, എത്തിയോ എന്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോസൊക്കെ വിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എക്സാം ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും ഇവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ആ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ എക്സാം ഒഴിവാക്കാനും വയ്യല്ല. മറ്റേതാവുമ്പോൾ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കെങ്കിലും ചെയ്യാം. അപ്പോൾ മക്കളാരും കാര്യമായിട്ട് കൊണ്ടുവരാനൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉമ്മ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതാ ഉമ്മ കുഞ്ഞോനെ കയറി വരാൻ കേട്ടോ. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മയെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് പോയി. ഇനി കുട്ടികളും ലഗേജൊക്കെ ഇറക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മുടെ തറവാട്ടിലേക്ക് അനിയനും വൈഫും മക്കളും എത്തി. അപ്പോൾ ഇൻഷാ അല്ലാ പെട്ടികളൊക്കെ ഇതാ വീട്ടിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഉപ്പയും ബ്രദറും തന്നെ അതൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.